ഹലോ വെൽക്കം ബാക്ക് ടു എന്റെ ചാനൽ ബെറ്റർ റാഫ്റ്റ്സ് മീ ജംഷിയ ഹുസൈൻ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇത് ക്ലിയർ ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞാൻ അവിടെ തന്നെ വീഡിയോ എടുത്തോളാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സെമി പാർട്ടി വെയർ ഐറ്റംസ് ആണ്. ഇനിയിപ്പോൾ നമ്മുടെ വെഡിങ് സീസൺസ് ഒക്കെ ആണല്ലോ. സോ നമ്മുടെ സെമി പാർട്ടി വെയർ ആണ്. ക്രഞ്ചി സിൽക്കാണ് ഫാബ്രിക്. സൈസ് വരുന്നത് XL-ഉം XXL ആയിരിക്കും. സോ ലാർജ് വേണ്ടവരും എടുത്തോളൂ കേട്ടോ. അവർക്ക് XL ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും. അതിന് മുൻപ് എനിക്ക് ഒരൊറ്റ മിനിറ്റ് ഒരു കാര്യം നിങ്ങളോട് പറയണം പ്ലീസ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കേൾക്കണം. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു കമന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പഴയൊരു ഷോർട്ടിന് ഒരാൾ തന്നിട്ടുള്ള ഒരു കമന്റ് ആണ്. കമന്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ ഒരു ഡ്രസ്സ് കണ്ടിട്ട് നമ്മൾ 999 ഇട്ട ഡ്രസ്സാണ്. അതിന് 690 അവർ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വില ഷോപ്പിലില്ല, ഷോപ്പിൽ പോയി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇത്രക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇതായിരുന്നു അതിന്റെ ഉള്ളടക്കം. എന്തായാലും ഇവിടെ ഞാൻ കമന്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ അവർക്ക് റീപ്ലൈയും കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ എന്നല്ല, ഏതൊരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാലും അതൊരു പബ്ലിക്കായിട്ട് നമ്മൾ ഇടുന്ന ഐറ്റം തന്നെയാണ്. സോ എല്ലാവർക്കും കമന്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശം എല്ലാം ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമുക്കത് റിയാക്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും എനിക്ക് അഹങ്കാരമാണെന്നൊന്ന് പറഞ്ഞു വരരുത് കേട്ടോ. അതൊന്നും എന്നെ കൊണ്ട് താങ്ങൂല. ഞാൻ ഒരു ഡ്രസ്സ്, നമ്മൾ വീഡിയോയിൽ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? നമ്മൾ അതിന് നമുക്കൊരു ലാഭം കിട്ടാൻ വേണ്ടി തന്നെയാണ്. ഇതൊരു വരുമാന മാർഗമായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇത് നമ്മൾ ഒരു എന്താ പറയാ സേവനം മാത്രമല്ല നമ്മുടെ മനസ്സിൽ. പക്ഷെ നമ്മൾ ഒരു സർവീസ് എന്ന രീതിയിൽ നമ്മൾ റേറ്റ് മാക്സിമം കുറയ്ക്കുന്നത് നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ സർവീസും കൂടിയാണെന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ ഒരു രീതിയിൽ. പക്ഷെ അതില് നമ്മൾ ഇട്ടൊരു ഡ്രസ്സിന് 300 രൂപ 400 രൂപ കുറച്ചിട്ട് അവർ ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഞാനത് സമ്മതിച്ചു കൊടുക്കൂല. അങ്ങനെ ഞാൻ ഇടുന്ന ഒരു പ്രൊഡക്റ്റ്, അതായത് ആ കുട്ടി പറഞ്ഞത് അവർക്ക് ഷോപ്പിൽ നിന്ന് അത്രയും റേറ്റ് കുറച്ച് സെയിം സാധനം കിട്ടിയെന്നാ പറയുന്നത്. ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ വേണമെങ്കിൽ ബെറ്റ് വെക്കാം കേട്ടോ അവരോട്. അത് ആരാണേലും നിങ്ങൾ എടുത്ത ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എനിക്ക് വീഡിയോ ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് വിട്ടാന്നുള്ള സെയിം ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിനൊരു ചുരിദാർ വേണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാം. കാരണം അത്രയും ഞാൻ വെല്ലുവിളിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടാവും ഞാൻ കൊടുക്കുന്ന ഐറ്റം ആയിരിക്കില്ല നിങ്ങൾ എടുത്തിക്കാന്ന്. നമ്മൾ ഒരു ഐറ്റം പറയുമ്പോൾ നമ്മൾ അതിന്റെ മെറ്റീരിയൽ പറയുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് കാഴ്ചയിൽ ഇപ്പൊ ഞാൻ ഈ വെയർ ചെയ്തൊരു ചുരിദാർ, ഇത് വന്നിട്ട് എൻജിലും ഇവിടെ യോക്കിലും ഞാൻ കാണിക്കുന്നില്ല, യോക്കിലും സ്ലീവിലൊക്കെ ഹാൻഡ് വർക്ക് വിത്ത് മെഷീൻ ത്രെഡാ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം എന്നൊക്കെ പറയുമ്പോൾ ഷോപ്പിൽ അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു ഐറ്റം ആണ്. പക്ഷെ നമ്മളിത് സെല് ചെയ്തത് 1390 1290 ആ ഏതൊരു റേറ്റില്ല. ഒരിക്കലും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് കിട്ടില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ജോർജറ്റിലൊക്കെ ഉണ്ടോ ഇത്രയും ഹാൻഡ് വർക്ക്? ഇവിടെ യോക്കിലൊക്കെ ഹാൻഡ് വർക്കാണ് കേട്ടോ വരുന്നത്. പോരാത്തിന് എൻഡിൽ ഹാൻഡ് വർക്ക് ഉണ്ട്, സ്ലീവിൽ ഹാൻഡ് വർക്ക് ഉണ്ട്. ജോർജറ്റിൽ ഇങ്ങനെ ഹാൻഡ് വർക്കുള്ള കുർത്തി നമുക്ക് 1390 1290 ആ ലെവലിൽ നമുക്ക് എവിടെ നിന്നും കിട്ടുമോ? കിട്ടില്ല. ഇനിയിപ്പോ ഈ റേറ്റിന് കിട്ടുകയാണെങ്കിൽ തന്നെ ഓക്കെ, ചിലപ്പോൾ നമ്മളെ പോലെ റേറ്റ് കുറച്ച് കൊടുക്കുന്നവരുണ്ടാകും. പക്ഷെ ഇതിലും കുറച്ച് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മളത് എങ്ങനെ അവർക്ക് സമ്മതിച്ചു കൊടുക്കുക? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ആ വീഡിയോ ഒന്ന് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരൂ. അപ്പൊ എന്റെ മോളടിയിൽ നിന്ന് വന്നോണ്ട് എവിടെ എന്താ പറയുന്നൊരു പെടുത്തല്ല. ഇതന്നെ നിങ്ങൾ കാണുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല, സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷെ എങ്കിലും കാണുന്നവർക്ക് ആർക്കും ജസ്റ്റ് ഒന്ന് മനസ്സിലായിക്കോട്ടെ കരുതിയിട്ടാണ് കേട്ടോ. ഒരിക്കലും നമുക്ക് ഷോപ്പിത്തെ റേറ്റ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇൻഷാല്ലാ നാളെ പിറ്റേ ഞാൻ ഷോപ്പ് ഇട്ടാലും നമുക്ക് അതിന് ബുദ്ധിമുട്ട് അറിയുള്ളൂ. കാരണം ഞാൻ തന്നെ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് പ്ലീസ് ഒന്ന് കേൾക്കൂട്ടോ. ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ 399 ഗൗൺ ഉണ്ടായിരുന്നു. 399 ഗൗൺ അറിയാലോ, ഡെൽറ്റ ക്രഷ്. ഇപ്പോൾ ഒരുവിധം ചാനൽസും ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ 399 ആണ് ആ ഐറ്റം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് അധികം പേജിൽ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫസ്റ്റ് ആ ഡ്രസ്സ് കൊണ്ടുവന്ന ടൈമിൽ. അപ്പൊ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ 399 കൊടുത്തു. കാരണം എനിക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡെൽറ്റ ക്രഷില്. പക്ഷെ പിന്നീട് എനിക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ കിട്ടുന്ന സ്ഥലം തേടി പോകും. സോ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ആ സെയിം റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്തു 399. കാരണം നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ഐറ്റം അല്ലേ, GST ഒക്കെ അടച്ചിട്ട്. അപ്പോൾ എൻ്റെ ഒരു മനോഭാവത്തിൽ നമ്മൾ ഓൾറെഡി ആ ഒരു ഐറ്റം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വിലക്ക് തന്നെ കൊടുക്കാന്ന് കരുതിയത്. പക്ഷെ ആ ഒരു വിലക്ക് കൊടുത്തിട്ട് മാഷാല്ലാ വീഡിയോ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് 3 ഷോപ്പിൽ നിന്ന് എനിക്ക് കോൾ വന്നു, നിങ്ങൾ എന്ത് ഈ റേറ്റിന് കൊടുക്കുന്നേ പറഞ്ഞിട്ട്. കാരണം അവരത് 499 599 കൊടുത്ത ഐറ്റം ആയിരുന്നു. അതോടൊപ്പം തന്നെ ആ ഷോപ്പുകാരനെ, അതായത് അത് മാനുഫാക്ചർ ചെയ്യുന്ന ഷോപ്പ് ഉണ്ടാവുമല്ലോ, അവരെന്നെ എനിക്ക് വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു, നിങ്ങൾ ഈ റേറ്റിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐറ്റം തരില്ല പറഞ്ഞിട്ട്. നമ്മളതൊക്കെ സോൾവ് ചെയ്തു. പിന്നെ മേ ബി ചിലപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാകാം, എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല. അത് നമ്മളെ വീഡിയോ അത്ര വലിയ ഫെയിം അല്ലെങ്കിലും ഇതേമാതിരി കുറ്റം കുറവൊക്കെ കേൾക്കാൻ എനിക്ക് നന്നായിട്ട് കമന്റ്സ് വരാറുണ്ട് കേട്ടോ. അതേമാതിരി മെസ്സേജസും വരാറുണ്ട് ഇങ്ങനെ ഷോപ്പിന്റെ ഭാഗത്ത് നിന്നൊക്കെ. ഇപ്പൊ വരാറില്ല, ആദ്യം നന്നായിട്ട് വന്നിരുന്നു.
അപ്പൊ എനിക്ക് എന്താ പറയാ, ഞാൻ ഐറ്റം ജസ്റ്റ് ഒന്ന് നിർത്തി. ഞാൻ പിന്നെയും ആ റേറ്റ് കമ്പനിയിൽ ഒന്നും കൊടുക്കാതെ പിന്നെ ഞാൻ ആ റേറ്റിന് ഞാൻ ഡ്രസ്സ് കൊടുത്തു. കാരണം അല്ലാതെ എനിക്ക് വിറ്റ് പോകില്ല, ഞാൻ ആ വിലക്കല്ലേ വിറ്റത്. ഇപ്പൊ പിന്നെ 399 ആണ് ഒരുവിധം എല്ലാവരും ആ ഐറ്റം സെല് ചെയ്യുന്നത്. സംഭവം എൻ്റെ ഓർമ്മയിൽ നമ്മളാണ് ഫസ്റ്റ് ആ റേറ്റ് കൂടുന്നത്. അത് ഒരുപാട് ഷോപ്പുകാർക്ക് ബുദ്ധിമുട്ടായി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം അതിലും വില കുറച്ച് കൊടുക്കുന്നവർ വേറെയുണ്ട്. പക്ഷെ ഇതൊക്കെ എന്നെ മാത്രം എങ്ങനെ ബാധിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മാപ്പിളിനോടും പറയും കേട്ടോ, നമ്മൾ ഐറ്റംസ് അങ്ങനെ പെട്ടെന്ന് സെയിൽ ആവൂല, ചിലപ്പോൾ വീഡിയോ ചിലപ്പോൾ അത്ര പെട്ടെന്നൊന്നും റീച്ചേ ആവൂല എന്ന് പറയാം. ചില വീഡിയോ അല്ലേ കയറുന്നുള്ളൂ. എന്നിട്ടും ഈ നെഗറ്റീവ് കമന്റ്സ് മാത്രം എന്നെ തേടി വരുന്നുണ്ട് പറയും. അതുപോലെ നമ്മുടെ കാവ്യയുടെ ചുരിദാർ ഞാൻ 590 കൊടുത്തത്. പിന്നെ 2 എണ്ണം ഫ്രീ ഷിപ്പിന് 550 കിട്ടും. ആ സെയിം റേറ്റിന് കൊടുക്കുന്ന ഒരുപാട് ചാനലുണ്ട്. എന്നിട്ടും എനിക്ക് ഷോപ്പിന്റെ ഭാഗത്ത് നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ചോദിച്ചിട്ട്. പക്ഷെ നമ്മളിൽ റേറ്റ് കുറച്ച് കൊടുക്കുന്നവരുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ നമുക്ക് നെഗറ്റീവ് കമന്റ്സ് ഈ രീതിയിൽ കിട്ടുന്നുണ്ട്. എങ്കിലും നമ്മൾ അത്രത്തോളം റേറ്റ് കുറച്ച് തരുന്ന ഐറ്റംസിന് നിങ്ങൾ വീണ്ടും ഒരു നെഗറ്റീവ് റിവ്യൂ ആയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ കമന്റ്സ് ഇടരുത് കേട്ടോ. കാരണം അങ്ങനത്തെ കമന്റ്സ് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. അത്രയും റേറ്റ് കുറച്ച് കൊടുത്തിട്ടും ഇതിലും റേറ്റ് കുറച്ച് ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഷോപ്പിൽ പോയി എടുത്തുകൂടെ അറിയുമ്പോൾ നമുക്ക് സങ്കടമാവും. ഷോപ്പിൽ പോയി നിങ്ങൾ എടുക്കണം, കാരണം എല്ലാം നമ്മുടെ കയ്യിലില്ല, എല്ലാവർക്കും കച്ചവടം വേണം. അത് കരുതിയിട്ട് നമുക്ക് അതിന് മാത്രം കച്ചവടമില്ല. ഒരു 1000 ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ അതിന് ഒരാളായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്കൊരു 1500 വ്യൂ കയറിയാലും ഒറ്റ പീസ് പോലും പോണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കച്ചവടം ഉണ്ടാവുക കേട്ടോ. ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ സോറി, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ, നമ്മുടെ സെന്റി ഫാബ്രിക്കിൽ ഫുള്ളി ഹാൻഡ് വർക്ക് ഒരു ഫുൾ സെറ്റ് ചുരിദാർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 1890. ആ ഒരു സെയിം ഐറ്റം എൻ്റെ നെയ്ബർ എടുത്തിട്ടുണ്ട്, അതിലേറെ വർക്ക് കുറഞ്ഞ ഐറ്റം സെയിം ഫാബ്രിക്കിൽ. അവരെന്നോട് പറഞ്ഞത് ഒരു 2500 മുകളിലേ ഈ ഒരു ഐറ്റം ഇടും, കാരണം ഇത് റേറ്റ് ഉണ്ട് ജംഷി എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടാത്ത 1890 ഇട്ടാൽ പോലും ഇത് സെയിൽ ആവുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ സെയിൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ എനിക്കത് റേറ്റ് കുറച്ച് തരുമോ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂലടാ, അത് റേറ്റ് ഉള്ള ഐറ്റമാണ്, നമുക്ക് പ്രോഫിറ്റ് അതിൽ കുറവാണ്, റേറ്റ് കുറയ്ക്കില്ല. അപ്പൊ അവര് പറഞ്ഞു ഇല്ല, എന്റെ സിസ്റ്റർ ഇത് 1800 1900 സംതിങ് ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു സെയിം ഐറ്റം, അപ്പൊ നിങ്ങൾക്കൊന്ന് റേറ്റ് കുറച്ച് തന്നുകൂടെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അതിന്റെ വീഡിയോ വിടുക അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ വിടുക. ആ കുട്ടി അതിന്റെ ഫോട്ടോ എനിക്ക് വിട്ടാന്ന് കേട്ടോ. ഇത് ആളെ ഞാൻ ഒന്നും നെഗറ്റീവ് ആക്കി പറയില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരിക. അപ്പൊ അത് ഫോട്ടോ വിട്ട് തന്നപ്പോ ആ ഐറ്റം വന്നിട്ട് എന്താ പറയാ, നമ്മൾ 1390 കൊടുത്ത ഐറ്റം ആണ്. അത് ഹാൻഡ് വർക്ക് അല്ല, അത് സെഞ്ചി ഫാബ്രിക്കും അല്ല. അത് വന്നിട്ട് ക്രഞ്ചി സിൽക്കില് എംബ്രോയിഡറി വിത്ത് ത്രെഡ് വിത്ത് സീക്വൻസിൽ വന്നിട്ടുള്ള ഐറ്റം ആണ്. അതും ക്രഞ്ചിയിൽ ഫുള്ളി ഹാൻഡ് വർക്കും വെച്ചിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുക? പക്ഷെ ആ കുട്ടിക്ക് അത് ഒരേപോലെ തോന്നി. ഞാൻ 2 എണ്ണത്തിന് ഫോട്ടോ വിട്ടു കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുത്തു. കുട്ടി ഫാബ്രിക് വ്യത്യാസമാണ്, വർക്ക് വ്യത്യാസമാണ്, രണ്ടും ബ്ലാക്ക് ചുരിദാറാണെന്നുള്ളൂ, അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യല്ലേ പറഞ്ഞു. അയാൾക്ക് കാര്യം മനസ്സിലായി. സോ അതേപോലെ കാര്യം മനസ്സിലാവാത്തവരായിരിക്കും നമുക്ക് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്തുന്നുള്ളൂ. കാരണം ആ ഒരു കമന്റ് കണ്ടിട്ട് എൻ്റെ ഒരു കസ്റ്റമർ, എടുക്കണം എന്ന് കരുതുന്ന കസ്റ്റമർ എനിക്ക് പോയി കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര സങ്കടവും. ജസ്റ്റ് മനസ്സിലാക്കി തന്നെ നിങ്ങളെ ചടപ്പിച്ചെന്ന് എനിക്കറിയാം, പക്ഷെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക ഗൈസ്, അതിനുവേണ്ടി പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഷോപ്പിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടാവും, അതിനനുസരിച്ച് കളക്ഷൻസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമ്മൾ റേറ്റ് കൂടുതലാണ്, നിങ്ങൾ ഷോപ്പിൽ പോയി എടുത്തോളൂ പറഞ്ഞ് നമ്മളെ തളർത്തരുത്. ഓക്കെ, ഷോപ്പിൽ പോകണം, അതിന് വല്ല ഒരുപാട് ഷോപ്പ് ഉള്ളത്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് 1 2 ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യൂ, കാരണം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അത് വേറെ കാര്യം. പക്ഷെ ദയവ് ചെയ്ത് നെഗറ്റീവ് കമന്റ്സ് ഇടരുത് കേട്ടോ. അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ വാട്സപ്പിൽ വിട്ടു തരുമോ? ഞാൻ ഞാൻ വെല്ലുവിളിക്കാന്ന് തന്നെ പറയാം അങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട്. അത് നിങ്ങൾ തെളിയിക്കണമല്ലോ, അല്ലാതെ നിങ്ങൾ അതും ഇതും നോക്കാതെ കമന്റ്സ് ഇട്ടിട്ട് നമ്മളെ തളർത്തരുത്. ഓക്കെ, അപ്പൊ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞാണ് കേട്ടോ. കാരണം അത്രയും നമ്മൾ റേറ്റ് വർക്കുണ്ട്. പിന്നെ ഈ ചിലപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് ചിലപ്പോൾ അവർക്ക് ഡ്രസ്സിന്റെ മേഖലയിലായിരിക്കും ബിസിനസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതും അല്ലെങ്കിൽ ഇതേമാതിരി ഐറ്റം മനസ്സിലാവാതെ ഇടുന്നവരായിരിക്കും. അപ്പൊ ഇനി നെഗറ്റീവ് ആക്കുന്നില്ല. ക്രഞ്ചി സിൽക്കാണ്, XL XXL ഉണ്ട്, 1390 രൂപയാണ്, ഫ്രീ ഷിപ്പാണ്, പോസ്റ്റലാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് എന്തായാലും ഇതിൽ 100 രൂപയിൽ മിനിമം കൂടിയിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഫാബ്രിക് അല്ല ഐറ്റം, കണ്ടാലോ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. ഇനി ബോട്ടം ഞാൻ കാണിക്കാട്ടോ. നോർമൽ ബോട്ടാണ്, ഒരു വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള അലാസ്റ്റിക് ഒക്കെ ഉള്ള ബോട്ടാണ്. പിന്നെ ബോട്ടത്തിന്റെ താഴെ കണ്ടല്ലോ ഈ ഒരു വർക്ക് ഉണ്ട്. ഇപ്പൊ വെഡിങ് സീസൺ ഒക്കെ ആണല്ലോ, അതൊക്കെ എടുത്തോളൂ കേട്ടോ. എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ പെരുന്നാക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോള് കണ്ടല്ലോ ഇങ്ങനെ സ്കാലപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ വെറും 1390 രൂപ ഉള്ളത്, 2 സൈഡും സ്കാലപ്പ് ഉണ്ട് കേട്ടോ. സെന്റി സിൽക്കാണ്, ക്രഞ്ചി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും. ഇതൊരു ഗ്ലിറ്റ് കിട്ടും കേട്ടോ, ഒരു ഷൈനിങ് കിട്ടുന്ന ഫാബ്രിക് ആണ്. കണ്ടല്ലോ എഞ്ചിലും വർക്ക് ഉണ്ട്. ഒരു 44-45 ഒക്കെ ലെങ്ത് കിട്ടും കേട്ടോ.
അപ്പോൾ നല്ലൊരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ വെഡിങ് സീസൺ ഒക്കെയാണ്. സോ ആവശ്യമുള്ളവർ എടുത്തോളൂ. എൻഡ് കണ്ടല്ലോ, എൻഡിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഈ ഒരു ഫാബ്രിക് ആണല്ലോ, കളറും പോവുക ആ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല. എങ്ങനെ എടുക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടാവും. സോ ആവശ്യമുള്ള കൂട്ടുകാർ തീർച്ചയായും പർച്ചേസ് ചെയ്യുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റിയൊന്ന് ഷെയർ ചെയ്യുകൊണ്ട് കേട്ടോ. സൈസ് ഞാൻ പറഞ്ഞല്ലോ, എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇതാണ് കേട്ടോ. ഇതും സെയിം ഷോൾ ഉണ്ടല്ലോ, ഇങ്ങനെ സ്കാലപ്പ് രണ്ട് ഭാഗത്തുണ്ടാവും. വൺ സൈഡ് സ്കാലപ്പ് കുറച്ച് വലുതായിട്ടായിരുന്നു, അടുത്ത സൈഡിൽ വന്നിട്ട് ഇങ്ങനെ ചെറിയ സ്കാലപ്പാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് കണ്ടല്ലോ ലെങ്ത് ഒക്കെ ഉള്ള ഷോളാണ്. തലയിൽ നിൽക്കുമെന്ന് ചോദിച്ചാൽ തലയിലൊക്കെ നിൽക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ടോപ്പിനൊരു കുഴപ്പമില്ല, നല്ല ലൈനിങ് ഒക്കെ വന്നിട്ട് കുത്തൊന്നുമില്ല. ബോട്ടം ചിലതിനൊരു കുത്തൽ കിട്ടുന്നുണ്ട്. പൊതുവെ ഒരു ഫാബ്രിക് അങ്ങനെ തന്നെയാണ് കേട്ടോ. ലൈനിങ് ഉണ്ട് കേട്ടോ, അതെന്തായാലും ഓക്കെയാണ്. കണ്ടല്ലോ അടിപൊളി ഷെയ്ഡും നല്ല ഹെവി വർക്കുമാണ് വന്നിട്ടുള്ളത്. ഈ ടോപ്പിൻ്റെ എൻഡിലായിട്ടും കാണിച്ചു തരാം കേട്ടോ. ടോപ്പിൻ്റെ എൻഡ് കാണുന്നുണ്ടോ, എൻഡിലായിട്ടും ഇതുപോലെ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട്. ഒരു റിച്ച് വർക്ക് തന്നെയാണ്, വിത്ത് എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എടുത്തോളൂ. 1390 രൂപ, ഫ്രീ ഷിപ്പാണ്. 2 പീസാണ് നിങ്ങൾ സെയിം മാട്രിക്സിലോട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1350 വെച്ച് തന്നാൽ മതി കേട്ടോ. അതായത് ഒരു പീസിനാണ് 1350. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ദയവ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവ് ആക്കി എടുക്കരുത് കേട്ടോ. ചിലപ്പോൾ അങ്ങനെ കരുതുന്നവരുണ്ടാവുമല്ലോ, അത് വലിയ അഹങ്കാരമാണ്, അഹംഭാവമാണ്, അങ്ങനെയൊന്നുമല്ല. നമ്മൾ പറഞ്ഞല്ലോ അത്രയും റേറ്റ് കുറച്ച് നമ്മൾ ഐറ്റം തന്നിട്ടും നമുക്കൊരു നെഗറ്റീവ് കമൻസ് ആക്കുമ്പോൾ നമുക്ക് സങ്കടമാവും. അതേപോലെ വേറൊരു സങ്കടം വരുന്ന സംഭവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഫാബ്രിക് പറയും, എന്നാലും കാണാൻ ചില കുട്ടികൾ എടുത്തു കഴിഞ്ഞിട്ട് അയ്യേ ഇത് കോട്ടൺ അല്ലല്ലോ പറയും. ഞാൻ കോട്ടൺ ആണെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടേ ഉണ്ടാവൂല. എന്തിന് ഹൈഡ് ചെയ്യാതെ ഫാബ്രിക് വരെ ഞാൻ വീഡിയോയിൽ പറയും. അപ്പോൾ അതെൻ്റെ മിസ്റ്റേക്ക് ആണോ? നിങ്ങൾ എന്നെ പറയൂ. ഇത്രയും എന്താ പറയുക ബ്ലാ ബ്ലാ വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ ഓരോന്ന് സെയിൽ ചെയ്യണേ. സോ ഫാബ്രിക് നിങ്ങൾക്ക് ഇനി വീഡിയോയിൽ ശ്രദ്ധിക്കണം എന്നില്ല, കാരണം നമ്മൾ ചിലപ്പോൾ ഇടയിലായിരിക്കും ഫാബ്രിക്കിനെ പറ്റി പറയുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവരാണ് എല്ലാം എന്ന് പറയാൻ പറ്റൂല, നമുക്കേ ടൈമില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഒരു കാര്യം പറയണ്ടല്ലോ. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്നോട് ചോദിച്ചാൽ മതി ഇതേതാ ഫാബ്രിക്, ഞാൻ പറഞ്ഞു തരുമല്ലോ. നമുക്ക് വേറെ എന്താ പണി, നിങ്ങൾ എടുക്കണ പോലെ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി തരിക, അത് തന്നെയാണ് എൻ്റെ പണി. സോ നല്ല നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് കേട്ടോ. ഈ ഷെയ്ഡൊക്കെ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഷെയ്ഡായിരിക്കും. അത് കരുതിയിട്ട് പെട്ടെന്ന് അങ്ങനെ കിട്ടുന്ന ഷെയ്ഡും അല്ല. ഇതൊക്കെ കണ്ടല്ലോ സ്കാലപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ എടുത്തോളൂ, കല്യാണത്തിനൊക്കെ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും കേട്ടോ, ആ പേടിയൊന്നും വേണ്ട. അത് നമ്മുടെ കസ്റ്റമേഴ്സിന് നന്നായിട്ട് അറിയുന്നുണ്ടാകും. കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും. അതുപോലെ തന്നെ ഐറ്റം ഡിസ്പാച്ച് ചെയ്താൽ പോസ്റ്റലൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അയച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്നിട്ട് ഐറ്റം കിട്ടിയില്ല എന്നും പറഞ്ഞ് പരാതി ഒന്നും പറയരുത്, ഒരു ടൈം ഉണ്ടാകും. പിന്നെ നമ്മൾ എന്താ പറയുക ട്രാക്കൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അതേപോലെ വേറൊരു കാര്യം കൂടെ പറയാണ്ട് അതിനെ ഇടയിൽ പറയാം കേട്ടോ. വർക്ക് കാണുന്നുണ്ടല്ലോ, ഞാൻ ഫോട്ടോ വിട്ടുതരാം കേട്ടോ. വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐറ്റം കിട്ടാത്തവരുണ്ടാവും, ചിലതൊക്കെ കിട്ടാത്തവർ ഞാൻ പറഞ്ഞ ഡേറ്റ് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ റീഫണ്ട് അടിക്കുന്നുണ്ട്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യണത് എന്തുകൊണ്ടാ? എന്നോടുള്ളൊരു വിശ്വാസം കൊണ്ട്. ഈ കുട്ടി അയച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടും, കിട്ടിയില്ലേലും ഇവളത് സോൾവ് ചെയ്ത് തരുന്നു നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് ഇതിൽ. ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് അടിച്ചിട്ട് കിട്ടി എന്നോട് പറയുന്നുണ്ട്. ചില കസ്റ്റമേഴ്സൊക്കെ മാഷാല്ലാ പറയും. പിന്നെ ചിലത് എൻ്റെ ഒരു അബദ്ധം കാരണം വിട്ടോർക്കെന്നെ വിട്ട ചരിത്രമുണ്ട്. അവരെനിക്ക് പറയും എനിക്ക് 2 പാർസൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. അവരൊക്കെ നമുക്ക് പറഞ്ഞു തരും. ചിലവർ റിട്ടേൺ ആക്കി തരും, ചിലവർ പിന്നെ ആയിട്ട് എടുക്കും. പക്ഷേ ഈ കിട്ടിയില്ല എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് പിന്നീട് അത് കിട്ടുന്നുണ്ട്. നമ്മൾ റീഫണ്ട് അടിച്ച ശേഷം അവർക്ക് അത് കിട്ടുന്നുണ്ട്. എനിക്കറിയാൻ പറ്റും, കാരണം എൻ്റെ കയ്യിൽ ട്രാക്ക് ഉണ്ടാകും. ഞാൻ പിന്നീടായിരിക്കും ചിലപ്പോൾ ട്രാക്ക് കിട്ടി, ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. റീഫണ്ട് അടിക്കുന്നവർക്കൊക്കെ നമ്മളോട് നോട്ട് ചെയ്ത് വെക്കും. പിന്നീട് ട്രാക്ക് നമ്മൾ ചെക്ക് ചെയ്യും കിട്ടിക്കഴിയുമ്പോൾ. ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിക്കാവും, പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് പിന്നീട് അത് കിട്ടും. അപ്പോൾ പലതും നമ്മൾ നോക്കുമ്പോൾ അത് ഡെലിവേർഡ് എന്ന് കാണിക്കും. സോ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഒന്നെങ്കിൽ എന്താ, നിങ്ങളത് റീഫണ്ട് അടിച്ചതല്ലേ, നിങ്ങൾക്കത് വേണ്ടാത്തതുകൊണ്ടല്ലേ, ഐ മീൻ കിട്ടാൻ നേരം വൈകിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് റിട്ടേൺ ആക്കി തരിക. ഇനി അല്ല നിങ്ങൾക്കത് വേണമെന്നാണെങ്കിൽ സന്തോഷം, നിങ്ങളത് എടുത്തിട്ട് അതിൻ്റെ ക്യാഷ് എനിക്ക് തരിക. കാരണം നമ്മൾ ഈ 30 രൂപ 40 രൂപയ്ക്ക് പ്രോഫിറ്റ് ഇട്ട് തരുന്ന ഐറ്റം നിങ്ങൾ അങ്ങനെ എടുക്കുമ്പോൾ അതൊരു പൊരുത്തല്ലാത്തൊരു മുതലാവൂലേ, നമുക്ക് സങ്കടമല്ലേ. പിന്നെ എനിക്ക് അപ്പം നിങ്ങൾ ചെയ്തു അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ മെസ്സേജ് വിട്ടാൽ പോരെയെന്ന്. പക്ഷെ പറ്റില്ല, ട്രാക്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഏതാ കസ്റ്റമറിൻ്റെ എവിടെ നോട്ട് ചെയ്ത് വെക്കില്ല. പിന്നെ ചിലവർ ബ്ലോക്ക് ചെയ്യണ സംഭവം ഉണ്ടായിട്ടുണ്ട് അപൂർവമായിട്ട്. അപ്പം അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാട്ടോ. ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡ്രസ്സ് പറയുന്നില്ല എന്നുള്ളൂ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ വിടുന്ന ഓരോ കമൻസും നമ്മൾ നോക്കാറുണ്ട് കേട്ടോ. പക്ഷെ അതെനിക്ക് റീപ്ലൈ കമൻറ്റിന് തരാൻ പറ്റാത്തതുകൊണ്ടാണ്. അതൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ. കണ്ടല്ലോ, നല്ല
അടിപൊളി വർക്കുള്ള ഡ്രസ്സസ് ആണ് നമ്മൾ 1390 തരുന്നത്. ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ, അല്ല ലോക്കൽ ഐറ്റംസ് ഒന്നുമല്ല. അപ്പം എന്താ ഞാൻ പറഞ്ഞത്, അപ്പം അതെങ്ങനെ സംസാരം അരോചകമാവുന്നുണ്ടെങ്കിൽ സോറി ഗൈസ്, നമ്മൾ വീഡിയോ എടുക്കുമ്പോഴല്ലേ സംസാരിക്കുന്നത്. പിന്നെ ഡ്രസ്സിന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുകൊണ്ടു. വെഡിങ് സീസണൊക്കെയാണ്, മിസ് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ തിങ്കളാഴ്ച ആയിരിക്കും ഡിസ്പാച്ച് ഉണ്ടാവുക. അതൊക്കെ നോക്ക്, ഫുള്ളി വർക്കാണ് കേട്ടോ, അത്ര ഹെവി വർക്കിലാണ് 1390 വന്നിട്ടുള്ള ഐറ്റംസ്. ഒരു 3 പീസ് സെയിം കളറാണ് കേട്ടോ, പക്ഷെ വർക്കിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വർക്ക് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് കണ്ടല്ലോ, നേരത്തെ കാണിച്ച് ഫുള്ള് വർക്കാണ്. ഇത് യോക്കിൽ വർക്ക് ഉണ്ടാകും, സ്ലീവിൽ വർക്ക് ഉണ്ടാകും. പിന്നെ അതെ ഈ ഒരു ടോപ്പിൻ്റെ എൻഡിലായിട്ടും കണ്ടല്ലോ വർക്ക് ഉണ്ടാകും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിലൊക്കെ എൻ്റെ സിസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമ്മൾ പിന്നെ പുറത്തുനിന്ന് ഇപ്പം അങ്ങനെ ഡ്രസ്സ് എടുക്കലില്ല, പുറത്തുനിന്ന് മക്കൾക്കൊക്കെ എടുക്കും. ഇനി ഇൻഷാല്ല കുട്ടികളതും ഇറക്കണം എന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇറക്കിയെന്ന് കരുതി എല്ലാം ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് സെയിലാവൂല, നല്ല നഷ്ടം പറ്റും കേട്ടോ, വേറെ കാര്യം. അപ്പോൾ ഈ വലിയതാവുമ്പോൾ നമുക്ക് ഇട്ടേലും തീർക്കാം. ചെറുതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് എത്തിച്ചാണ്. കണ്ടല്ലോ ഈ പാറ്റേണൊക്കെ എല്ലാം ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല സ്റ്റാൻഡേർഡ് ഒന്ന വർക്കാണ് കേട്ടോ. നെക്സ്റ്റും തന്നെ അതേപോലത്തെ വർക്ക് തന്നെയാണ്, പക്ഷെ ജസ്റ്റ് കളറിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഒരു കളറും ഇത് കണ്ടോ, ഈ ഒരു കളറും തമ്മിൽ ചെറിയ വേരിയേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി. പിന്നെ ചിലതൊക്കെ റീപ്ലൈ കുറച്ചൊക്കെ ഡിലേ ആയിട്ടുണ്ടായിരുന്നു, അത് 2 ദിവസമായിട്ട് ചില തിരക്കാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അല്ലാതെ ഒന്നും കരുതരുത് കേട്ടോ, കാരണം നിങ്ങൾ വന്ന് ചോദിച്ച് വാങ്ങിയതിനുള്ളൂ നമുക്കും കാര്യം. അപ്പോൾ എന്തെങ്കിലും തിരക്ക് കാരണമായിരിക്കും കേട്ടോ നമ്മൾ റീപ്ലൈ തരാൻ ഡിലേ ആവുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം നമുക്കിതൊക്കെ വിറ്റ് പോകണല്ലോ. കണ്ടല്ലോ ഇതിങ്ങനെ വരുന്നത് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ലെങ്ത് കാണുന്നില്ലേ, അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആളോ. അപ്പോൾ എനിക്ക് വെക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, 44-45 വരുമ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. ചാനലിൽ കാരണം ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കാരണം ഒരുപാട് നല്ല നല്ല എന്താ പറയുക ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നല്ല കമ്പനീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. ചിലതൊക്കെ എന്താ പറയുക നമ്മുടെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് എടുക്കുന്നവരുണ്ടാവുമല്ലോ, ഡ്രസ്സ് എടുക്കുന്നവരുണ്ടാവുമല്ലോ, അവർ പറയും എൻ്റെ ഉമ്മ നന്നായിട്ട് വീഡിയോ കാണാറുണ്ട്, ഉമ്മ എടുക്കാറൊന്നുമില്ല, അമ്മ മാക്സി അടക്കും നിലക്കൊടും, ഉമ്മ ഈ ചുരിദാർ ഗൗണ് അതിൻ്റെയൊക്കെ വീഡിയോ ഇരുന്ന് കാണും. ഉമ്മക്ക് അത് ആവശ്യമൊന്നുമില്ല, പക്ഷെ എങ്കിലും നമ്മളോടുള്ളൊരു ഇഷ്ടം കൊണ്ടാകും ഭയങ്കര സന്തോഷം. ഇത് കണ്ടല്ലോ ബ്ലാക്ക് ആണ് കേട്ടോ, ഇതും നല്ല അടിപൊളിയാണ്. അപ്പോൾ ബ്ലാക്ക് ഒക്കെ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഇത്രത്തോളമാണ്. ഞാൻ ഫസ്റ്റ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, സംസാരം അരോചകമായിട്ടുണ്ടെങ്കിൽ സോറി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനോടും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോടും നമ്മുടെ വീഡിയോ കണ്ട് ഡ്രസ്സ് എടുക്കുന്നവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. കമൻറ്റ്സ് എടുക്കുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ഒരു ബിഗ് താങ്ക്സ് പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ അത്രത്തോളം സന്തോഷമാണ്. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ഡ്രസ്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നെഗറ്റീവ് കൊടുക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, അതിന് വേണ്ടി തന്നെയാണ് കമന്റ് ബോക്സ്. ഞാൻ പറഞ്ഞല്ലോ ഐറ്റം സെയിം ആണെന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ നെഗറ്റീവ് കമന്റ്സ് ഇടുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, നമുക്കത് മാറ്റാലോ. പിന്നെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരും. ഇത് പർച്ചേസ് ചെയ്യേണ്ടവരൊക്കെ ചെയ്യുണ്ടോ. 1390 നല്ല കളക്ഷൻ ആണ് കേട്ടോ, ലോക്കൽ ഐറ്റം അല്ല. പിന്നെ 999 അതുപോലെ തന്നെ 890 നമ്മൾ മുൻപ് പാർട്ടി വെയർ സെല് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫാബ്രിക് വ്യത്യാസം ഉണ്ടാകും, അതാണ് നമുക്ക് റേറ്റിൽ വരുന്ന ഡിഫറെന്റ്. ഓക്കെ.